ബോധി അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് 3ാം ക്ലാസ്സിലെ തൃതീയ പാഠഭാഗവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഏകകം യാത്ര എന്ന രണ്ടാമത്തെ ഏകകത്തിലെ തൃതീയ പാഠഭാഗമാണ്. അതില് നോക്കാം, രണ്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് ബാഗൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നതാണ് കാണുന്നത്. അതിൽ നോക്കാം, ഓ തിത്തിത്താര തിത്തിത്തൈ തിത്തൈതക തെയ്തെയ്തൈ അല്ലെ. എന്താണ്? ഓണപ്പാട്ടാണ് അല്ലെ. ഓണക്കാലത്ത് നമ്മൾ കേൾക്കുന്ന ഒരു പാട്ടാണത്, ഓണപ്പാട്ട്. ആ പാട്ടാണ് അവിടെ ആ ആൺകുട്ടി പാടുന്നതായിട്ടാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഭവാൻ അതീവ സന്തുഷ്ട ഗാനം ഗായാൻ ആഗച്ഛതി. ആ പെൺകുട്ടി പറയാണ്, ഭവാൻ അതീവ സന്തുഷ്ട, ഭവാൻ വളരെ സന്തോഷത്തിലാണ്. ഗാനം ഗായാൻ ആഗച്ഛതി, ഗാനം പാടിക്കൊണ്ട് വന്നോളൂ എന്ന് പറയാണ്, വരുന്നു എന്ന് പറയാണ്. അപ്പൊ ആൺകുട്ടി പറയാണ്, ദൂരദർശനെ നൗക കേളി പ്രദർശനം ആസീത്. ദൂരദർശന ടിവിയില് നൗക കേളി എന്താണ്? വള്ളംകളി പ്രദർശനം ആസീത്, വള്ളംകളി പ്രദർശനം ഇന്ന് ഉണ്ടായിരുന്നു. തത്ര ഇതം ഗാനം അഭി ആസീത്, അവിടെ ഈ ഗാനമാണ് അവര് പാടിയിരുന്നത്. അപ്പൊ അവിടെ പാടിയിരുന്നത് ഏതാണ്? ഈ തിത്തിത്താര തിത്തിത്തൈ തിത്തൈതക തെയ്തെയ്ത എന്നുള്ള ആ ഗാനമാണ് ദൂരദർശനിലെ നൗകാകളി പ്രദർശനത്തില്, ഈ വള്ളംകളി മത്സരത്തില് പ്രദർശനം ഉണ്ടായിരുന്നതില് അവര് പാടിയിരുന്നതാണ് ഞാൻ പാടിയെന്ന് ആ കുട്ടി പറയാണ്. അപ്പൊ 30ാമത്തെ പേജാണ് നമ്മൾ തൃതീയ പാഠഭാഗത്തിൽ നോക്കിയത്. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. 31ാമത്തെ പേജ് നോക്കാം. ആം തർഹി ഗായതു. ആ പെൺകുട്ടി പറയാണ്, എങ്കിൽ ഗായതു പാടൂ എന്ന് പറയാണ്. അപ്പൊ ആൺകുട്ടി പറയുന്നു, ആം ഗായാമി, ഞാൻ പാടാം. ഭവതി അഭി ഗായതു, ഭവതി കൂടി എന്റെ കൂടെ പാടു, നീയും കൂടി എന്റെ കൂടെ പാടൂ എന്ന് പറയാണ്. അപ്പൊ പെൺകുട്ടി പറയാണ്, അസ്തു അഹം അഭി ഗായാമി, ആകട്ടെ, അഹം അഭി ഗായാമി, ഞാനും പാടാം എന്ന് പറയാണ്. നൗകാഗാനം ശ്രോതും ഇച്ഛന്തിവ ഗാനം ശൃണുമഹ. നൗകാഗാനം കേൾക്കാൻ ഇഷ്ടമാണോ എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അവിടെ ഗാനം ശൃണുമഹ, ഗാനം കേൾക്കാം. അപ്പോൾ 31ാമത്തെ പേജ് ആണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. ഇനി അടുത്തത് 32ാമത്തെ പേജിൽ നമ്മൾ ഗാനം എന്താണ് നമുക്ക് നോക്കാം. 32ാമത്തെ പേജില് തിത്തിത്താര തെയ്ന്നാണ് എഴുതിയിരിക്കുന്നത്. കാണാം, അവിടെ നൗകാക്കേളി കാണാം, വള്ളംകളി കാണാം അല്ലെ. വള്ളംകളിയുടെ കുറച്ച് ഭാഗങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതില് അതിന്റെ അടുത്ത് ശ്ലോകം പദ്യം എഴുതിയിട്ടുണ്ട്. ജലയാനം ചാലയാമ ശീഘ്രമേവ സോദര സമ്മാനാർത്ഥം വിജയാർത്ഥം തിത്തിത്താരാതിത്തിത്തൈ, അങ്ങനെയാണ് അവിടെ ആ പദ്യം എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് ജലയാനം ചാലയാമഹ, ജലയാനം എന്ന് പറഞ്ഞാല് വെള്ളത്തിലൂടെ പോകുന്ന ഏതൊരു വാഹനത്തിനെയാണ് നമ്മൾ ജലയാനം എന്ന് പറയാ. അത് വള്ളാവാം, വഞ്ചിയാവാം, ഏതും ആവാം. അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. ശീഘ്രമേവ സോദരാഹ, വേഗം ഒരു കൂട്ടരെ. സമ്മാനാർത്ഥം വിജയാർത്ഥം, സമ്മാനത്തിന് വേണ്ടിയിട്ടും വിജയത്തിന് വേണ്ടിയിട്ടുമാണ് തിത്തിത്താര തിത്തിത്തൈ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവര് പാടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് 32ാമത്തെ പേജില്. നമുക്ക് അടുത്ത പേജ് നോക്കാം. തിത്തിത്താര തിത്തിത്തൈ തിത്തൈതക തെയ്തെയ്ത ഓം എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ മുകളില്. ഇനി അതുപോലെ തന്നെ അഗ്രേ അഗ്രേ ചാലയാമ ശീഘ്രമേവ ചാലയാമ നൗകാക്കേളി വിജയായ തിത്തിത്താര തിത്തിത്തൈ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അഗ്രേ അഗ്രേ ചാലയാമ, അഗ്രങ്ങളിൽ അഗ്രേ അഗ്രേ ചാലയാമ എന്നാണ് അവിടെ പറയുന്നത്. ശീഘ്രമേവ ചാലയാമ, വേഗത്തില് ചലിച്ചുകൊണ്ടിരിക്കാം. നൗകാക്കേളി വിജയായ, എന്തിനു വേണ്ടിയിട്ടാണ്? വള്ളംകളിയുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ വീണ്ടും അവര് തിത്തിത്താര തിത്തിത്തൈ തിത്തൈ തകതേതോന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ്. നീ നോക്കൂ, സാമോദം തു ചാലയാമ ജീവയാനം ചാലയാമ ജീവനസ്യ വിജയായ തിത്തിത്താര തിത്തിത്തൈ തിത്തിത്താര തിത്തിത്തൈ തിത്തൈ തകതേതോ. അപ്പൊ അങ്ങനെ ആളുകള് ആ നൗകാക്കേളി, ആ വള്ളംകളിയിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. സാമോദം തു ചാലയാമ, വളരെ സന്തോഷത്തോടെയാണ് അവര് പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവയാനം ചാലയാമ, അവരുടെ ജീവയാനമാണത് എന്ന് പറയാണ്. ജീവനസ്യ വിജയായ, ജീവനത്തിന്റെയും അതുപോലെ വിജയത്തിന്റെയും കാര്യത്തിനാണ് അവരിങ്ങനെ അത് ചലിപ്പിച്ചുകൊണ്ട് പോകുന്നത്, ആ വള്ളം ചലിപ്പിച്ചുകൊണ്ട് പോകുന്നതെന്ന് അവിടെ പാടാണ്. എന്നിട്ട് അവര് സന്തോഷം കൊണ്ട് ഇങ്ങനെ ആ ഗാനങ്ങളൊക്കെ ഇങ്ങനെ പാടുകയാണ്. അപ്പൊ ഈ ഗാനമാണ് ആ കുട്ടി അവിടെ ആൺകുട്ടി പാടിയത്. ടിവിയിൽ ദൂരദർശനിൽ കണ്ട ഈ ഗാനമാണ് ആ കുട്ടി അവിടെ പാടിയത്. പിന്നെ നമുക്ക് അടുത്ത 34ാമത്തെ
പേജ് നോക്കാം. സ അഭിനയം നൗകാഗാനം ഗായതു. നിങ്ങളോടാണ് പറഞ്ഞിരിക്കുന്നത്. അഭിനയത്തോട് കൂടിയിട്ട് നൗകാഗാനം പാടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഉച്ചൈഹി വാചയതു, ഉറക്കെ വായിക്കാനാണ്. അവിടെ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് ഉറക്കെ വായിക്കാനാണ് പറയുന്നത്. നൗക, ആദ്യത്തെ വാക്ക് നൗക. രണ്ടാമത്തത് നദി, അടുത്തത് ജലയാനം, അടുത്തത് സോദരഹ, നൗക കേളി, ജീവയാനം, സാമോദം. അപ്പൊ ആ വാക്കുകളൊക്കെ ഉറക്കെ വായിച്ച് പഠിക്കണം. വായിക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ, അത് എഴുതി പഠിക്കും കൂടി വേണം കേട്ടോ. ഇനി അടുത്ത് നോക്കൂ, അവിടെ ഒരു ചിത്രം കണ്ട. കുട്ടികൾ ക്ലാസ്സിൽ ഇരുന്നിട്ട് വട്ടത്തിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. എന്താണെന്ന് നമുക്ക് നോക്കാം. പത്രനൗക നിർമ്മാണം കരോതു. അവരെന്താ ചെയ്യുന്നേ? പത്രം എന്ന് പറഞ്ഞ പേപ്പർ കൊണ്ട് നൗക നിർമ്മാണം കരോതു. അവര് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വഞ്ചി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്, വള്ളം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. വഞ്ചി പേപ്പർ കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വഞ്ചി ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ പേപ്പർ കൊണ്ട് വഞ്ചി ഉണ്ടാക്കാനായിട്ട് പഠിക്കണം. എല്ലാവരും പഠിക്കണം കേട്ടോ. വീട്ടിലെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ അറിയാം. അപ്പൊ അവരോട് പറഞ്ഞാൽ മതി, അവരത് ഉണ്ടാക്കി തരും, നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ അതെല്ലാവരും നൗക നിർമ്മാണം പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത 35-ാമത്തെ പേജ് നോക്കാം. അവിടെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് 35-ാമത്തെ പേജില്. അതില് ആ ചിത്രത്തിന് അവിടെ പറഞ്ഞിരിക്കുന്നത് ചിത്രം ഉചിതേഹി വർണ്ണേഹി ലേപയതു. ഉചിതമായ, അതിന് കൊടുക്കേണ്ട ഉചിതമായ നിറങ്ങള് നിങ്ങളോട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ചിത്രേ കാനി കാനി സന്ധി, ചിത്രത്തില് എന്തൊക്കെയാണ് ഉള്ളത്? വധതു, പറയൂ എന്നാണ് പറയുന്നത്. ഇപ്പൊ എന്തൊക്കെ കാണാം അവിടെ? ഇതൊക്കെ കാണുന്നുണ്ട്. പുഷ്പാണി അല്ലെ, പുഷ്പങ്ങളുണ്ട്. പിന്നെന്താ ഉള്ളത്? ഗഗഹ, പക്ഷികള്, ഗഗാഹ പക്ഷികളുണ്ട്. അതുപോലെ തന്നെ നൗഗാഹ, വഞ്ചികളുണ്ട് അല്ലെ, വള്ളങ്ങളുണ്ട്. ജനാഹ, ജനങ്ങളുണ്ട്. അതുപോലെ തന്നെ നദിയുണ്ട്. ഗൃഹം, ഗൃഹങ്ങളുണ്ട് അല്ലെ, ഗൃഹങ്ങളുണ്ട് അവിടെ. പിന്നെന്താ ഉള്ളത്? നൗകാകേളി. എന്താണ് അവിടെ നടക്കുന്നത്? നൗകാകേളി, വള്ളംകളിയാണ് അവിടെ നടക്കുന്നത്. ഇതൊക്കെയാണ് ആ ചിത്രത്തില് ഉള്ളത്. അതിന് ഉചിതമായ വർണ്ണം നിങ്ങൾ കൊടുക്കണം. ഇനി നമുക്ക് 36-ാമത്തെ. വിവിധയാനാനാം ചിത്രാണി ദൃഷ്ട്വ നാമാനി വധതു എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള വാഹനങ്ങളുടെ ചിത്രങ്ങളാണ് അവിടെ ഉള്ളത്. കരയിലൂടെ പോകുന്നതും വഴിയിലൂടെ പോകുന്നതും അതുപോലെ തന്നെ ജലത്തിലൂടെ പോകുന്നതുമായ വാഹനങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ചിത്രം നോക്കൂ, നൗക, വഞ്ചി അവിടെ കൊടുത്തിട്ടുണ്ട്. മഹാനൗക, കപ്പൽ. യോഗയാനം ബസ്. അതുപോലെ വിമാനം. റേൽയാനം എന്താണ്? തീവണ്ടിയാണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് എന്തായാലും എക്സാമിന് ചോദിക്കും. അപ്പൊ ഇതിന്റെ പേരുകളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഒപ്പം തന്നെ എഴുതാനും അറിയണം. പിന്നെ നമുക്ക് അടുത്ത 37-ാമത്തെ പേജ് നോക്കാം. ജലയാനാനാം ചിത്രാണി സചിത്ര പുസ്തകെ യോജയതു. ജലത്തിലൂടെ പോകുന്ന വാഹനങ്ങളുടെ ചിത്രങ്ങൾ ശേഖരിച്ചിട്ട് നിങ്ങളുടെ സചിത്ര പുസ്തകത്തിൽ ശേഖരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കൂ. ബിന്ദുൻ യോജയിത്വ പദം പൂരയതു അക്ഷരം വർണ്ണേന ലേപയതു. അവിടെ കുത്തുകൾ ഉപയോഗിച്ചിട്ട് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ കുത്തുകളുള്ളത് നിങ്ങളോട് പൂരിപ്പിക്കാനാണ് പറയുന്നത്. കുത്തുമയിലൂടെ പെൻസിൽ കൊണ്ട് നിങ്ങൾ എഴുതണം. അപ്പൊ അവിടെ ജ എന്നുള്ള അക്ഷരാണ് അവിടെ പെട്ടിക്കകത്ത്, വലിയ പെട്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. ജ എന്നുള്ള അക്ഷരാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ജലയാനം, വിജയായ, ജീവനം. അതൊക്കെ നിങ്ങൾ ആ കുത്തുകള് പൂരിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ അവിടെ വലിയ അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നതിന് നിറം കൊടുക്കുക. അതുപോലെ തന്നെ ജ ഇതി അക്ഷരം ലിഖതു, അതിന്റെ താഴെ 2 ലൈനിലായിട്ട് 2 വരയിലായിട്ട് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ കുത്തുകള് ഉള്ള അതും മാത്രമല്ല എഴുതേണ്ടത്, അതിന് താഴെയും നിങ്ങൾ അതിന് നേരെ ജ എന്ന് ആ 2 ലൈൻ കംപ്ലീറ്റ് ചെയ്യണ വരെ നിങ്ങൾ എഴുതി പഠിക്കണം. അപ്പൊ നന്നായിട്ട് എഴുതി പഠിക്കുക. ജ എന്നുള്ള അക്ഷരം പഠിക്കുക കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾ അത് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അവിടെ 2 ലൈനില് 2 വരയിൽ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് നന്നായിട്ട് എഴുതി നന്നായി പഠിക്കാൻ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത 38-ാമത്തെ പേജ് നോക്കാം. 38-ാമത്തെ പേജില് അവിടെ അർത്ഥങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവിടെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. നൗക, തോണി. ശീക്രം, വേഗത്തിൽ. സമ്മാനം, വിജയം. അഗ്രേ, മുന്നോട്ട്.
ചാലയാമഹ തുഴയാം, സാമോദം സന്തോഷത്തോടെ, നൗക കേളി വള്ളംകളി, ഇതൊക്കെ നമുക്കറിയണ വാക്കുകൾ തന്നെയാണ്. അതില് എഴുതിയിട്ടുണ്ട് താഴെ സർവേ യാത്രാഹ ഇച്ഛന്തിവ, എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏകാം യാത്രാം പശ്യാമഹ, ഒരു യാത്ര നോക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് നമ്മുടെ തൃതീയ പാഠഭാഗത്തുള്ളത്. പരീക്ഷയാണ്, അപ്പൊ എല്ലാവരും പാഠഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. ടീച്ചർ പറഞ്ഞ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നോക്കി നന്നായിട്ട് പഠിക്കുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.